ടാറ്റ മോട്ടോഴ്സിൻ്റെ കൊട്ടാരക്കര ഷോറൂമിലാണ് തന്നെയാണ് ഈ ഒരു ബ്രാഞ്ച് ഉള്ളത്. അപ്പോൾ ഈ ഒരു ബ്രാഞ്ചും കാര്യങ്ങളൊക്കെ വിപുലീകരിക്കാൻ പോകുന്നത്. കൊട്ടാരക്കര ബ്രാഞ്ചിനെ സംബന്ധിച്ച് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഷോറൂം മാത്രമല്ല, തൊട്ടടുത്തായിട്ട് തന്നെ സർവീസ് സെൻ്റർ ഉണ്ട്. ആ സർവീസ് സെൻ്റർ ഒന്ന് വിപുലീകരിക്കാൻ പോവുകയാണ്. അപ്പോൾ കൊട്ടാരക്കരയെ സംബന്ധിച്ചുള്ള കസ്റ്റമേഴ്സും കാര്യങ്ങളൊക്കെ ഒരുപാട് കൂടിയിട്ടുണ്ട്. ഈ ഒരു റോഡിൽ ഇങ്ങനെ വന്നപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ്, എല്ലാ മാനുഫാക്ചേഴ്സിൻ്റെയും ഡീലർഷിപ്പുകൾ ഇവിടെ ചെറിയൊരു ഔട്ട്ലെറ്റ് ആയാലും ഉണ്ട്. അത് എല്ലാവരും വാരൻ്റി കേട്ടോ. ഒരു ചേഞ്ച് വളരെ ഹെവി ആണെന്ന് തന്നെ അറിയാം. നമ്മുടെ കൊട്ടാരക്കര കഴിഞ്ഞ് നമ്മുടെ ട്രിവാൻഡ്രം റൂട്ട് MC റോഡ് ഉണ്ടല്ലോ, ആ റോഡ് പോകുമ്പോഴാണ് ഈ ഡീലർഷിപ്പുകളെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇന്ന് ഇവിടെ വന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഒരു സാധാരണക്കാരൻ്റെ വണ്ടി എന്ന് പറയുമ്പോൾ നമുക്ക് ടിയാഗോ പറയാം, ആൾട്രോസ് പറയാം, പഞ്ച് പറയാം. ഒരു കുറഞ്ഞ ഒരു ബഡ്ജറ്റിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന സേഫ്റ്റി എടുത്ത് പറയേണ്ട ഒരു കാര്യം, സേഫ്റ്റിയുള്ള കുറച്ച് വാഹനങ്ങളാണ്. ഇതിൻ്റെ EVs ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം ടിയാഗോ DV വന്നിട്ടുണ്ട്, പിന്നെ നെക്സോൺ DV ആൾറെഡി അവൈലബിൾ ആണ്. അപ്പോൾ EVസിനെ കുറിച്ചൊന്ന് പറയാം. അപ്പോൾ കുറഞ്ഞ ബഡ്ജറ്റിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന കുറച്ച് വണ്ടികളാണ് ഇന്നത്തെ വീഡിയോയുടെ സ്പെഷ്യാലിറ്റി. അതിനോടൊപ്പം തന്നെ മറ്റു പല വണ്ടികളുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നമസ്കാരം. പേര് സജിലാൽ കൊട്ടാരക്കരയിലെ ടീം ലീഡറാണ്. അപ്പോൾ കൊട്ടാരക്കര പഴയ ഇവിടെ തുടങ്ങിയെടുത്ത ബ്രാഞ്ച് തുടങ്ങിയ അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥ നമ്മളൊരു വ്യത്യാസം എങ്ങനെയാണ്? കസ്റ്റമറിൻ്റെ ഒരുപാട് കൂടിയിട്ടുണ്ട്. സർവീസിന്റെയും കൂടെ ഒരു അവൈലബിലിറ്റി കുറച്ചുകൂടി മെച്ചപ്പെടുമ്പോഴത്തേക്ക് ഒന്നുകൂടെ മെച്ചപ്പെടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നല്ല സെയിലുണ്ട്, നേരത്തെക്കാട്ടി ഒരുപാട് നല്ല സെയിലുണ്ട്. സർവീസ് ആദ്യം തന്നെ ഉണ്ടായിരുന്നു, സ്റ്റാർട്ടിംഗ് ഒരുമിച്ചായിരുന്നു സ്റ്റാർട്ട് ചെയ്തല്ലേ? അപ്പോൾ ഇനി വരാൻ പറ്റുന്ന മെയിൻ മാറ്റം എന്ന് പറഞ്ഞാൽ ഷോറൂമും സർവീസും ഒന്ന് വലുതാവുന്നു അല്ലേ? അതാണ് മെയിൻ മാറ്റം. വെച്ചാൽ കസ്റ്റമർ കൂടിയപ്പോൾ കസ്റ്റമർ റിക്വയർമെന്റ് പ്രകാരമാണ് ഈ ചേഞ്ച് വരുന്നത് അല്ലേ? ഓക്കെ, അങ്ങനെ ഒരു വലിയൊരു ബ്രാഞ്ചിലേക്ക് മാറുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീട്ടിൽ തുടക്കത്തിൽ പറഞ്ഞത് വെച്ചാൽ ചെറിയ വണ്ടികൾ സാധാരണക്കാർ വരുമ്പോൾ എപ്പോഴും ടിയാഗോ, ആൾട്രോസ്, പഞ്ച് ഇതൊക്കെ ആയിരിക്കും കൂടുതൽ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ കുറച്ച് കാര്യങ്ങളാണ് ഒന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പ്രൈസിങ് സ്റ്റാർട്ട് ചെയ്യുന്ന എത്ര രൂപയാണ്? ടിയാഗോ 59,900 ടിയാഗോയുടെ സ്റ്റാർട്ടിംഗ് വേരിയന്റിന്റെ പ്രൈസ്. എക്സ്ഷോറൂം ആണത്? എക്സ്ഷോറൂം പ്രൈസ്. ഓൺ റോഡ് വരുമ്പോൾ ഏകദേശം 6 സംതിങ് ആണ് ഏകദേശം ഒരു ഓൺ റോഡ് പ്രൈസ് പറയുന്നത്. അപ്പോൾ ഇതിന്റെ കുറച്ച് ഫീച്ചേഴ്സ് ഒന്ന് പറയാം. ഏതൊക്കെ വേരിയന്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്? സ്റ്റാർട്ടിംഗ് വേരിയന്റ് XC എന്നാണ് വേരിയന്റ് പേര്. XC രണ്ടാമത്തെ വേരിയന്റ് XT എന്ന വേരിയന്റ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് XZ പ്ലസ് അങ്ങനെയാണ് വേരിയന്റ് പോകുന്നത്. ഓക്കെ, ഒരു ബേസ് വേരിയന്റ് പറയുന്ന കുറച്ച് ഫീച്ചേഴ്സ്. XC എന്നാണ് വേരിയന്റ് പേര്. നമുക്ക് എല്ലാ മോഡലിനകത്ത് നമുക്ക് സേഫ്റ്റി മസ്റ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് ബേസ് മോഡൽ തൊട്ടേ സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം ഒരുപാട് തന്നെ ബേസ് തൊട്ട് ടോപ്പ് വരെ നമുക്ക് സേഫ്റ്റി ഡുവൽ എയർ ബാഗ്, ABS, EBD, കോർണർ സ്റ്റെബിലിറ്റി കൺട്രോൾ അങ്ങനെയുള്ള എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ബേസ് വേരിയന്റ് നമുക്ക് റിവേഴ്സ് സെൻസർ, പാർക്കിംഗ് സെൻസർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സേഫ്റ്റിയുടെ ഭാഗമായിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ വരുന്നുണ്ട് അല്ലേ? ഓക്കെ, AC പവർ സ്റ്റിയറിംഗ് ആണ് നോർമൽ ബേസ് മോഡലിനകത്ത് കാണുന്നത്. അത് പിന്നെ അഡീഷണൽ ആക്സസറീസും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ബേസ് വേരിയന്റ് എടുത്താൽ പോലും നമുക്ക് വേണമെങ്കിൽ അഡീഷണൽ ആക്സസറീസ് ചെയ്യാൻ പറ്റും അല്ലേ? കുറേ കാര്യങ്ങൾ സെൻട്രൽ ലോക്ക്, പവർ വിൻഡോ, ടച്ച് സ്ക്രീൻ, ക്യാമറ സിസ്റ്റം അങ്ങനെയുള്ള എല്ലാം നമുക്ക് ചെയ്യാം. നമുക്ക് അഡീഷണൽ ആയിട്ട് ചെയ്ത് കൊടുക്കാം അല്ലേ? അപ്പോൾ ഒരു അത്യാവശ്യം ഒരു ബഡ്ജറ്റ് ഇല്ലെങ്കിൽ നമുക്ക് ബേസ് വേരിയന്റ് എടുത്ത് ഇത്രയും കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്താൽ നല്ലൊരു വണ്ടിയായിട്ട് മാറ്റാം. ഓക്കെ, അപ്പോൾ അതിനകത്ത് യാതൊരു സംശയമുണ്ട്. അതാണ് ടിയാഗോയുടെ ഒരു ബേസ് വേരിയന്റ് പ്രത്യേകത. നമുക്ക് ഓട്ടോമാറ്റിക്കലും മാനുവലും രണ്ട് രീതിയിലും. ഓട്ടോമാറ്റിക് വരുമ്പോൾ പ്രൈസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഓട്ടോമാറ്റിക് വരുമ്പോഴത്തേക്ക് ഏകദേശം 6 സംതിങ് തൊട്ട് അതിന്റെ എക്സ്ഷോറൂം പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓൺറോഡ് വരുമ്പോഴത്തേക്ക് 8 റേഞ്ചിലോട്ട് നമുക്ക് ഓട്ടോമാറ്റിക് കിട്ടും. അപ്പോൾ മാനുവലും ഓട്ടോമാറ്റിക്കും രണ്ട് പ്രോഡക്റ്റ് നമുക്ക് അവൈലബിൾ ആണ്. ഡീസൽ ഇല്ല, ഡീസൽ നമുക്ക് ഓൾട്രോസ് മാത്രമേ ഡീസൽ വരുന്നുള്ളൂ. അപ്പോൾ ഇതാണ് ഒരു ബേസിക് സെഗ്മെന്റ് ആയ ടിയാഗോയുടെ കാര്യം. ഇനി നമുക്ക് തൊട്ടടുത്ത് നെക്സോൺ കിടപ്പുണ്ട്. നമുക്ക് ഓൾട്രോസ് പറയാം. നെക്സോൺ ഒന്ന് കണ്ടിട്ട് ഓൾട്രോസ് എടുത്തുള്ളൂ. അതുപോലെ ടിയാഗോയുടെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ടിയാഗോയ്ക്ക് നമുക്ക് EV ഉണ്ട് അല്ലേ? EV ഇപ്പൊ 2 കാറ്റഗറി ആയിട്ട് EV വരുന്നുണ്ട്. 19 കിലോവാട്ടിന്റെ ഒരു ബാറ്ററി ചാർജിങ്, 24 19 കിലോവാട്ട് നമുക്ക് 250 കിലോമീറ്റർ റേഞ്ച് വരും. 24 കിലോവാട്ടിന്റെ വരുമ്പോഴത്തേക്ക് 315. അപ്പൊ പ്രൈസും ചെറിയ വേരിയേഷൻ ഉണ്ട്. ഏകദേശം ഒരു 10 ലക്ഷം രൂപയ്ക്കകത്ത് അല്ലേ? 10 ലക്ഷം രൂപയ്ക്കകത്ത് ഏകദേശം ഒരു 12-13 റേഞ്ച് വരും. ഈ 315 കിലോമീറ്റർ റേഞ്ച് പറയുന്ന വണ്ടിക്ക് വരുമ്പോഴത്തേക്ക് അല്ലേ? ഒരു 10 ലക്ഷം രൂപയ്ക്ക് ബേസ് വേരിയന്റ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ബേസ് വേരിയന്റ് 9 സംതിങ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. 9 സംതിങ് തൊട്ട് ബേസ് വേരിയന്റ് സ്റ്റാർട്ട് ചെയ്യും അല്ലേ? ഓക്കെ, അതാണ് ടിയാഗോയുടെ ഒരു EVയുടെ കാര്യം. ഇപ്പോൾ എല്ലാവരും EVയുടെ പുറകിൽ തന്നെയാണ്. ഞാനൊരു EV എടുക്കണമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നത്. ടിയാഗോ പ്രിഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കൊല്ലത്ത്. എന്ന് വെച്ചാൽ നമുക്ക് കൊണ്ടു നടക്കാൻ എളുപ്പമാണ്, അത്യാവശ്യം പെർഫോമൻസ് ഉണ്ട്, റേഞ്ച് വലിയ കുഴപ്പമില്ല, റിലയബിൾ ആയി അല്ലേ? ഇപ്പൊ ചാർജിങ് സ്റ്റേഷൻസ് ഒക്കെ ഒരുപാട് വരുന്നു. അതെ, ഇപ്പം ഗോയിസിയുടെ ഒക്കെ ആണെങ്കിൽ ചാർജിങ് സ്റ്റേഷൻ നോർത്തിലായിരുന്നു കൂടുതൽ, സൗത്തിലേക്ക് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ചാർജിങ് സ്റ്റേഷൻ്റെ കാര്യത്തിൽ വലിയ പ്രശ്നമില്ല. അപ്പോൾ നെക്സോണിലും EV ഉണ്ട്, പ്രൈമും ഉണ്ട്, നമുക്ക് മാക്സും ഉണ്ട് അല്ലേ? മാക്സ് എനിക്കൊന്നും ഒരുപാട് പേര് ചൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കാരണം അതിന്റെ റേഞ്ച് തന്നെയാണ്. റേഞ്ച് 453 കിലോമീറ്റർ. ഇതിന്റെ പ്രൈസ് റേഞ്ച് എങ്ങനെ വരുന്നത്? നെക്സോൺ ഏകദേശം ഒരു 16 റേഞ്ച് തൊട്ട് 19, 21 റേഞ്ച് വരെയുള്ള മോഡൽ വരുന്നുണ്ട്, അവൈലബിൾ ആണ് അല്ലേ? ഓക്കെ, നമ്മുടെ നോർമൽ ഡീസലും പെട്രോളും ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെ റേഞ്ച് വരുന്നത്? നെക്സോൺ ഡീസൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 11 രൂപ റേഞ്ചിലോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന്റെ സെക്കൻഡ് വേരിയന്റ് ഡീസൽ വരത്തുള്ളൂ. XM എന്ന് പറഞ്ഞ വേരിയന്റ്. പെട്രോൾ ആണെങ്കിൽ XC എന്ന് പറഞ്ഞ ബേസ് നമുക്ക് ടിയാഗോ പറഞ്ഞല്ലോ, നമുക്ക് XC എന്ന് പറഞ്ഞ വേരിയന്റ് പെട്രോൾ സ്റ്റാർട്ട് ചെയ്യുന്നു അല്ലേ? നമ്മൾ കുറച്ച് ഡീറ്റെയിൽസ് നെക്സോണിനെ കുറിച്ച് പറഞ്ഞോളൂ, കാരണം നമ്മൾ ചെറിയ വണ്ടികളുടെ കാര്യമാണ് മെയിനായിട്ട് പറയാൻ ഉദ്ദേശിച്ചത്. അടുത്ത ആൾട്രോസിന്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഓൾട്രോസ് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്രോൾ,
ഡീസൽ രണ്ടിലും കിട്ടും. ഈ ഒരു സെഗ്മെന്റിൽ എനിക്ക് തോന്നുന്നു മാർക്കറ്റിൽ വേറെ ഒരു കോമ്പറ്റീറ്റർ ഇല്ലാത്ത ഒരു പ്രോഡക്റ്റ് അല്ലേ? അപ്പോൾ ഡീസലിൽ കിട്ടും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എടുത്തു പറയാനുള്ള കാര്യം. അപ്പോൾ ഇതിന്റെ പ്രൈസിങ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഏകദേശം 6,59,900 നമുക്ക് ഇതിന്റെ ഷോറൂം പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓൺ റോഡ് വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 7 സംതിങ് 7 റേഞ്ചിൽ വരും. ഡീസൽ വരുമ്പോഴത്തേക്ക് ഏകദേശം 8 സംതിങ് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 8 സംതിങ് നമുക്ക് ഡീസൽ സ്റ്റാർട്ട് ചെയ്യും. ഓൺ റോഡ് വരുമ്പോഴത്തേക്ക് ഏകദേശം 9:45 10 രൂപയ്ക്ക് അടുപ്പിച്ചാവും. അതുപോലെ നമുക്ക് ഓട്ടോമാറ്റിക് കിട്ടും അല്ലേ? DCA ഗിയർ ബോക്സ് എന്നുള്ള ഒരു സ്പെഷ്യൽ നെയിം ഒക്കെ കൊടുത്തിട്ടാണ് ഇതിലേക്ക് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് കൊണ്ടുവന്നിരിക്കുക. അപ്പോൾ ഇതിന്റെ ഒരു ബേസ് വേരിയന്റിന്റെ ഓട്ടോമാറ്റിക് വരുന്നത് 8,54,900 ആ റേഞ്ചിൽ എക്സ്ഷോറൂം പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓട്ടോമാറ്റിക്കിന് വരുമ്പോഴത്തേക്ക് അല്ലേ? അപ്പോൾ ഒരു ബേസ് വേരിയന്റ് ഫീച്ചർ XC അല്ലേ ഇതിന്റെ ബേസ് വേരിയന്റ് ആയിട്ട് പറയാൻ പറ്റുന്നത്? നമുക്ക് മാനുവലിനകത്താണ് XC വരുന്നത്. ഓക്കെ, അതിന്റെ ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളും പറയാം. ഫുൾ ഡോർ നമുക്ക് ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. സേഫ്റ്റി ഫീച്ചേഴ്സ് ആണ് വരുന്നത്. ഓക്കെ, സേഫ്റ്റി ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് കൊണ്ട് എയർ ബാഗ്, ABS, CBD, കോർണർ സ്റ്റെബിലിറ്റി കൺട്രോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. മാത്രമല്ല നമുക്ക് ആൾട്രോസിനെ സംബന്ധിച്ച് നോക്കും 5 സ്റ്റാർ ഗോൾഡ് സ്റ്റാൻഡേർഡിൽ 5 സ്റ്റാർ റേറ്റിംഗോടെ ആണ് ഗ്ലോബൽ എൻഗ്യാപ്പിൽ നമുക്ക് ആൾട്രോസ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ ഓക്കെ, അപ്പോൾ ബേസിക് ആയിട്ടുള്ള സ്റ്റാർ റേറ്റിംഗും ബേസിക് ആയിട്ടുള്ള സേഫ്റ്റി സ്റ്റാൻഡേർഡ്സും എല്ലാം ഇതിനകത്ത് തന്നെ അതേപോലെ തന്നെ ഫോളോ ചെയ്യുന്നുണ്ട് അല്ലേ? പിന്നെ ഫ്രണ്ട് 2 ഡോർ എഞ്ചിന്റെ സ്പെസിഫിക്കേഷൻ എങ്ങനെ വരുന്നത്? 1.2 ലിറ്റർ എഞ്ചിനാണ് വരുന്നത്. 88 PS പവറും 115 Nm ടോർക്കും വരുന്നത്. 115 Nm ടോർക്ക് വരുന്നുണ്ട് അല്ലേ? ഡീസലിലേക്ക് വരുമ്പോൾ ഡീസൽ വരുമ്പോഴത്തേക്ക് നമുക്ക് 90 PS പവറും വരുന്നുണ്ട്, 200 Nm ടോർക്കും വരുന്നുണ്ട് അല്ലേ? ഡീസൽ എവിടെയെങ്കിലും 1.5 ലിറ്റർ ഡീസൽ ടർബോ ആയിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെ വ്യത്യാസം നമുക്ക് പെട്രോളും ഡീസലുണ്ട്. കുറച്ചുകൂടെ പവർ താല്പര്യമുള്ളവർക്ക് ഡീസലിലേക്ക് പോകാം അല്ലേ? അത് നല്ലൊരു ഓപ്ഷനാണ്. ഇപ്പോൾ ഡീസലിന്റെ മൂവ്മെന്റ് എങ്ങനെയുണ്ട്? ഡീസലിന് നമുക്ക് സ്റ്റാർട്ടിംഗ് ഉള്ള ആൾട്രോസ് തന്നെയുണ്ട്, നല്ല മൂവ്മെന്റ് ഉണ്ട് ഡീസലിന്. ഓക്കെ, അപ്പോൾ ഏകദേശം ഞങ്ങളുടെ വണ്ടികളെല്ലാം ഡീസൽ ഇപ്പോൾ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നമുക്ക് കോമ്പറ്റീഷൻ ഇല്ലാത്ത നോക്കി വരുന്നവർക്കെല്ലാം. അതുകൊണ്ട് ഓഫേഴ്സ് കാര്യങ്ങൾ വല്ല ആൾട്രോസിലുണ്ടോ? ഓഫേഴ്സ് ഉണ്ട്. എന്തൊക്കെ ഓഫേഴ്സ് ഉള്ളത് ആൾട്രോസിന്? നമുക്ക് നോർമൽ 10,000 രൂപയുടെ കൺസ്യൂമർ ഓഫറും കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഇൻഷുറൻസ് ഡിസ്കൗണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ട ഓപ്ഷൻ ഉണ്ട്. ഓക്കെ ഓക്കെ, പിന്നെ അല്ലാതെ എക്സ്ചേഞ്ച് ബെനിഫിറ്റ് ആയിട്ട് എന്തെങ്കിലും എക്സ്ചേഞ്ച് ഓഫർ ഉണ്ട്. ഏകദേശം 10,000 രൂപ. 10,000 രൂപ അല്ലേ? അപ്പോൾ 20,000 രൂപ അടുത്തുള്ള ഓഫർ നമുക്ക് കൺസ്യൂമർ പാക്കേജ് എക്സ്ചേഞ്ചിലും പിന്നെ അതുപോലെ കോർപ്പറേറ്റ് ഓഫർ വല്ലതും ഉണ്ടോ? കോർപ്പറേറ്റ് ഓഫറും ഉണ്ട്. അത് ഓരോ പ്രൊഫൈലിൽ നോക്കിയിട്ടാണ് നമുക്ക് ചെയ്യുന്നത്. എത്ര രൂപ വരെയൊക്കെ കൊടുക്കുന്നത്? 2,500 മുതൽ 5,000 10,000 രൂപയുള്ള 10,000 രൂപ വരെയുള്ള കോർപ്പറേറ്റ് ഓഫർ നമുക്ക് ഓൾട്രോസിന് കിട്ടാം അല്ലേ? ഓക്കെ, അങ്ങനെ ബെനിഫിറ്റ് ഓഫേഴ്സിന്റെ കാര്യത്തിൽ വലിയ പ്രശ്നമില്ല. തേർഡ് വേരിയന്റ് ആണ് വരുന്നത് അല്ലേ? അതിനകത്ത് ടച്ച് സ്ക്രീൻ നമുക്ക് ഏത് വേരിയന്റ് അവൈലബിൾ ആയിട്ടുള്ള? XT തൊട്ട് അവൈലബിൾ ആണ്. XT തൊട്ടാണ് ടച്ച് സ്ക്രീൻ വരുന്നത്. 100 ഗാലന്റെ ആണ് മ്യൂസിക് സിസ്റ്റം വരുന്നത്. നമുക്ക് സ്റ്റിയറിംഗിലും കൺട്രോൾസും കാര്യങ്ങളെല്ലാം വരും അല്ലേ? സെക്കൻഡ് വേരിയന്റ് തൊട്ട് കൺട്രോൾ വരുന്നുണ്ട് അല്ലേ? ഓക്കെ, പിന്നെ അതുപോലെ നമുക്ക് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC ആണ് വരുന്നത്. ഇനി സെക്കൻഡ് റോ നോക്കിയാലും അത്യാവശ്യം സ്പേഷ്യസ് ആണ്. സ്പേസിൻ്റെ കാര്യത്തിൽ യാതൊരു പ്രശ്നം നമുക്ക് ഓൾട്രോസിൻ്റെ കാര്യത്തിൽ പറയാൻ സാധിക്കില്ല. അത്യാവശ്യം അതുപോലെ ബോഡി വെയിറ്റും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു സ്ട്രോങ് വണ്ടി തന്നെയാണ് ആൾട്രോസ്. അപ്പോൾ ഇന്ത്യൻ ഉണ്ടല്ലോ, ഇന്ത്യൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വളരെ മികച്ച തന്നെയാണ്. പഞ്ചിലേക്ക് വരുമ്പോൾ നമുക്ക് അത്യാവശ്യം ബോൾഡ് ആയിട്ടുള്ള ഒരു SUV ആണ് അല്ലേ? മൈക്രോ SUV കാറ്റഗറിയിൽ അത്യാവശ്യം ഹോട്ട് സെല്ലിംഗ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. അത്യാവശ്യം നല്ല യൂണിറ്റ് ഇരിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഒരുപാട് നമ്പേഴ്സ് വിറ്റഴിച്ച ഒരു വാഹനം കൂടിയാണ് അല്ലേ? അങ്ങനെ ഒരു പേര് കൂടി പഞ്ചിന് കിട്ടുന്നുണ്ട്. കാരണം ഇതിന്റെ ഒരു രൂപവും ഭാവവും ഒക്കെ തന്നെയാണ് അത്യാവശ്യം വലുപ്പമുണ്ട്. പ്രൈസ് റേഞ്ച് കുറവാണ് അല്ലേ? പ്രൈസ് എത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്? പഞ്ച് 5,99,900 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എത്ര? 5,99,900 പഞ്ചിന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓൺ റോഡ് വരുമ്പോഴത്തേക്ക് ഏകദേശം 6 സംതിങ് 7 റേഞ്ചിൽ വരുന്നല്ലേ? അപ്പോൾ വേരിയന്റ് വരുമ്പോൾ നമുക്ക് നോർമൽ പോലല്ല, ഇതിനകത്ത് പ്യൂർ അഡ്വഞ്ചർ അങ്ങനെയൊക്കെയാണ് വരുന്നത് അല്ലേ? പ്യൂർ അഡ്വഞ്ചർ അക്കംപ്ലിഷ്ഡ് ക്രിയേറ്റീവ് അല്ലേ? അങ്ങനെയാണ് വേരിയന്റ് നമുക്ക് പഞ്ചിന്റെ ബേസിൽ പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ഡ്യുവൽ ടോണിൽ കിട്ടും, സിംഗിൾ ടോണിൽ കിട്ടും. പിന്നെ ഇതിന്റെ EV ഒക്കെ എല്ലാവരും ഉടനെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അല്ലേ? ഉടനെ വരുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അതിന് മുമ്പ് കുറച്ച് EVs ടാറ്റയ്ക്ക് വരാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഓട്ടോമാറ്റിക് കിട്ടും, അതുപോലെ മാനുവലും കിട്ടും. രണ്ട് രീതിയിലും പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. ഇതിന്റെ ഓട്ടോമാറ്റിക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്? 7,44,900 ഷോറൂം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 7,44,900 8,3 റേഞ്ചിൽ ഓൺ റോഡ് പ്രൈസ് ഓൺ റോഡിൽ എടുക്കാൻ പറ്റും അല്ലേ? ഇതിപ്പോൾ ഓട്ടോമാറ്റിക് വെർഷൻ ആണ് കേട്ടോ. ഓട്ടോമാറ്റിക് അക്കംപ്ലിഷൻ എന്ന് പറഞ്ഞ വേരിയന്റ് ഓട്ടോമാറ്റിക് ആണ്. പിന്നെ അതുപോലെ നമുക്ക് കസ്റ്റം ചെയ്യാൻ പറ്റും അല്ലേ? തീർച്ചയായിട്ടും റിതം പാക്കേജ് അവൈലബിൾ ആണ്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് കസ്റ്റം ചെയ്ത് വണ്ടി എടുക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടി നമുക്ക് പഞ്ചിന്റെ കാര്യത്തിൽ അവൈലബിൾ ആണ്. പിന്നെ മറ്റൊരു അഡ്വാൻറ്റേജ് ഈ ഡോർ കണ്ടല്ലോ, ഓപ്പൺ ചെയ്തേക്കുന്നത് 90 ഡിഗ്രി 2 ഡോർ. രണ്ടെന്ന് വെച്ചാൽ എല്ലാ ഡോറും ഓപ്പൺ ചെയ്യാൻ പറ്റും. അതൊരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. പ്രൈസ് നമ്മൾ കണ്ടു. ഇതിന് ഓഫർ വല്ലതും ഉണ്ടോ പഞ്ചിന്? പഞ്ചിന് നെക്സോണിന് നിലവിൽ ഓഫറുകളൊന്നുമില്ല. നമുക്ക് ഡീലർഷിപ്പിന്റെ ഭാഗത്തുള്ള ഓഫറും കാര്യങ്ങളും നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അതേ ഉള്ളൂ, ഹോട്ട് സെല്ലിംഗ് ആണ്. പെട്ടെന്ന് വിറ്റ് പോകുന്നതുകൊണ്ടാണ് ഓഫർ കമ്പനി തരാത്തത് അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു വണ്ടിയുടെ ബേസ് വേരിയന്റ് വരുന്ന ഫീച്ചർ എന്ന് പറയാമോ? ബേസ് വേരിയന്റ് പറയുമ്പോൾ നമുക്ക് സേഫ്റ്റി ഫീച്ചേഴ്സും ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോ ആണ് ബേസ് വേരിയന്റ് അകത്ത് വരുന്നത് അല്ലേ? ഓക്കെ, പിന്നെ സേഫ്റ്റി ഫീച്ചർ നേരത്തെ പറഞ്ഞ 5 സ്റ്റാർ റേറ്റഡ് ആയിട്ടുള്ള നമുക്ക് അതിന് കോമ്പറ്റീഷൻ വരുന്ന വണ്ടികൾ വെച്ച് നോക്കാൻ നേരത്ത് ഒരു മൈക്രോ SUV കാറ്റഗറിയിൽ നമുക്ക് ഇപ്പോൾ ഉള്ളതിനകത്ത് ഏറ്റവും 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഏക വണ്ടി
ടാറ്റ പഞ്ച് തന്നെയാണ് അല്ലേ? അതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ലേഡീസൊക്കെ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന വണ്ടിയാണ് ഇതിന്റെ ഓട്ടോമാറ്റിക് അല്ലേ? നല്ല ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളും ഉണ്ടാവും. അതെ അതെ, ഗ്രൗണ്ട് ക്ലിയറൻസ് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, ഇപ്പോൾ അത്യാവശ്യം പ്രശ്നം വണ്ടി അടി തട്ടത്തൊന്നുമില്ല. സർവീസ് സെന്റർ ഇപ്പോൾ നമുക്ക് ഒട്ടാരൊക്കെ ഒരുപാട് പുതിയ സർവീസ് സെന്ററുകൾ വരുന്നു അല്ലേ? ഇങ്ങനെ കുറെ ഇപ്പോൾ നോർമലി ടാറ്റയുടെ കാര്യം പറയുമ്പോൾ സർവീസ് സെന്റർ കുറവാണ്. അപ്പോൾ അതെല്ലാം ചേഞ്ച് ചെയ്ത് ഒരു പുതിയൊരു പാറ്റേണിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഓക്കെ, ഇതാണ് ഇതിന്റെ കാര്യം. ഓഫർ നിലവിൽ പ്രത്യേകിച്ച് ഒന്നും കൊടുക്കുന്നില്ല അല്ലേ? 1.2 ലിറ്റർ റിവോൾട്രോൺ പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. ആൾട്രോസിലും അതുപോലെ ടിയാഗോയിലും സെയിം എഞ്ചിൻ തന്നെയാണ്. പവർ ഫിഗറിൽ വേരിയേഷൻ ചെറിയ വ്യത്യാസമുണ്ട്. 88 PS പവർ 115 Nm ടോർക്കാണ് വരുന്നത്. BS6ന്റെ ഫേസ് 2 വർഷം വന്നപ്പോഴത്തേക്കാണ് അപ്ഡേഷൻ വന്നത് അല്ലേ? ഓക്കെ ഓക്കെ. ഇപ്പോൾ എല്ലാ വാഹനങ്ങളും ഇപ്പം BS6ന്റെ ഫേസ് 2 അപ്ഡേഷനിലാണ് വന്നിരിക്കുന്നത്. കുറച്ചുകൂടെ റിഫൈൻഡ് ആയിട്ടുണ്ട് എഞ്ചിൻ. അതൊക്കെയാണ് പുതിയ മാറ്റം നമ്മുടെ ഫേസ് 2ന്റെ ഭാഗത്തായിട്ട് പറയാനുള്ളത്. അപ്പോൾ ലുക്ക് വൈസ് വാഹനത്തെക്കുറിച്ച് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള സേഫ്റ്റി വേണ്ട വാഹനമാണ്. 4 വേരിയൻ്റ് ആയിട്ട് കിട്ടും. പിന്നെ അതിൻ്റെ എല്ലാം നമുക്ക് കസ്റ്റം പാക്കേജിലും വാഹനം അവൈലബിൾ ആണ്. അപ്പോൾ ഇത് എത്ര വെയിറ്റിംഗ് പീരീഡ് കാര്യങ്ങളൊക്കെ വരുന്നത്? വെയിറ്റിംഗ് പീരീഡ് 35 to 45 ദിവസം നോർമൽ വെയിറ്റിംഗ് പീരീഡ് പറയുന്നുണ്ട്. നമുക്ക് കുറച്ച് സ്റ്റോക്കുകൾ ഇപ്പം കയറിയിട്ടുണ്ട്. റെഡി അവൈലബിൾ ആയിട്ട് കുറച്ച് സ്റ്റോക്ക് കൊടുക്കാനും പറ്റും. നമുക്ക് കളർ ഓപ്ഷൻ ഒന്നും പ്രത്യേകിച്ച് പ്രശ്നമില്ലെങ്കിൽ നമുക്ക് കൊടുക്കാം അല്ലേ? ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് ഇനി 2 വണ്ടികളുണ്ട്, 2 വലിയ വണ്ടികൾ അല്ലേ? അപ്പോൾ വലിയ വണ്ടി എൻഡ് ചെയ്ത് നമ്മുടെ സഫാരിയിലാണ് എൻഡ് ചെയ്യുന്നത്. ഹാരിയറും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഹാരിയർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം 1499 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എക്സ്ഷോറൂം പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഓൺറോഡ് പ്രൈസ് വരുമ്പോൾ ഏകദേശം 18 സംതിങ് ആ റേഞ്ചിൽ അതിൻ്റെ ഓൺറോഡ് പ്രൈസ് വരുന്നുണ്ട്. ഓക്കെ, അത് നമുക്ക് സഫാരിയിലേക്ക് വരുമ്പം ഏകദേശം എക്സ്ഷോറൂം പ്രൈസ് 1564, ഓൺറോഡ് വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 18 സംതിങ് 19 റേഞ്ചിൽ വരെ ഓൺറോഡ് പ്രൈസ് വരുന്നത്. സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ ഹാരിയർ സഫാരിയിലേക്ക് നമുക്ക് റെഡ് ആർക്ക് എഡിഷൻ അങ്ങനെ പുതിയ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നെക്സോണിൽ വന്നിട്ടുണ്ട്, പുതിയ എഡിഷൻസ് വന്നിട്ടുണ്ട്. BS6ന്റെ ഫേസ് 2 അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അഡാസിന്റെ ഫീച്ചർ അതായത് റെഡ് ആർക്ക് എഡിഷൻ, അങ്ങനെ കുറേ അപ്ഡേഷൻസ് അതിനകത്ത് വന്നിട്ടുണ്ട്. ഫേസ് 2 അപ്ഡേഷൻസ് എല്ലാ വാഹനത്തിലും വന്നിട്ടുണ്ട്. പിന്നെ ഓഫേഴ്സ് എന്തെങ്കിലും നമുക്ക് അവൈലബിൾ ആണോ? നിലവിൽ നമുക്കിപ്പോൾ എക്സ്ചേഞ്ച് ബോണസ് ആണ് ഉള്ളത്. എക്സ്ചേഞ്ച് ബോണസ് പിന്നെ ഇൻഷുറൻസ് ഡിസ്കൗണ്ട് ഒക്കെ അറേഞ്ച് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, എക്സ്ചേഞ്ച് ബോണസ് എത്ര വരുന്നുണ്ട്? ഏകദേശം 25,000 രൂപ എക്സ്ചേഞ്ച് ബോണസ്. ഹാരിയർ സഫാരി സെയിം തന്നെ, രണ്ടിലും സെയിം തന്നെ 25,000. കോർപ്പറേറ്റ് കൺസ്യൂമർ അങ്ങനെ എല്ലാം നോർമൽ വണ്ടികൾ തന്നെ ഉണ്ട് ഉണ്ടല്ലേ? എല്ലാ ഓഫേഴ്സും അഡീഷണൽ കണ്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്തല്ലേ, വിളിച്ചാൽ മതി. ടെസ്റ്റ് ഡ്രൈവിന് തീർച്ചയായിട്ടും വിളിക്കാം. പിന്നെ എന്തെങ്കിലും എക്സ്ചേഞ്ചും നമ്മൾ തന്നെ പോയി ചെയ്തില്ലേ? എക്സ്ചേഞ്ച് എല്ലാ കാര്യങ്ങളും ഇവിടുന്ന് തന്നെ ജസ്റ്റ് നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ മതി. അങ്ങോട്ട് വന്ന എല്ലാ കാര്യങ്ങളും തീർച്ചയായിട്ടും ചെയ്ത് തരാം. ഇപ്പോൾ കൊട്ടാരക്ക ഷോ തൊട്ടടുത്തുള്ള നമുക്ക് കൂടുതൽ കസ്റ്റമർ ഏതൊക്കെ ഏരിയ ഇവിടുന്ന് കൊട്ടാരക്കര മെയിൻലി നോക്കുമ്പോൾ കൊട്ടാരക്കര 5 കടക്കൽ എന്ന് പറയാനുണ്ട്. നമുക്ക് പുനരൂര്, പിന്നെ അങ്ങോട്ട് നോക്കുന്ന അതിനകത്ത് അടൂര് 6 റേഞ്ചിൽ അങ്ങനെയുള്ള കസ്റ്റമേഴ്സാണ് കൂടുതൽ വരുന്നത് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ സർവീസ് സെന്ററും രണ്ടും ഉണ്ട്. ഇതെല്ലാം ഒന്ന് വിപുലപ്പെടുത്താനും പോവുകയാണ്. അപ്പോൾ ഒരുപാട് മാറ്റങ്ങളാണ് കൊട്ടാരക്കര ഷോറൂമിനെ ബേസ് ചെയ്ത് വരാൻ പോകുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.